എൻ്റെ കൂടെ ഉള്ളത് പ്രിയ സെബാസ്റ്റ്യൻ ബ്രദറാണ്. ആലുവയിൽ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? കുങ്ങൂർ പള്ളിയിലാണ് താമസിക്കുന്നത്. ഭാര്യ, 2 മക്കൾ. ഓക്കെ. ആദ്യത്തെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു കാത്തലിക് പാരമ്പര്യത്തിലാണ് ജനിച്ചു വളർന്നത്, അതിലാണ് അല്ലേ? അങ്ങനെ ഒത്തിരി നാളുകൾ അച്ഛന്മാരോടും അച്ഛന്മാരുടെ സെമിനാരിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ജീവിതമൊക്കെ ഇങ്ങനെ മുതിർന്നു വന്നത്. എങ്ങനെയാണ് ശരിക്കും ആ ഒരു പാരമ്പര്യ ആ ഒരു വിശ്വാസത്തിൽ നിന്ന് ശരിക്കുമുള്ള ജീവനുള്ള ദൈവത്തിൻ്റെ ആ അടുക്കലേക്കുള്ള പരിവർത്തനം എങ്ങനെയാണ് ജീവിതത്തിനകത്തുണ്ടായത്? എൻ്റെ അമ്മ എൻ്റെ ഭാര്യയുടെ ജീവിതം എൻ്റെ അമ്മ ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ സ്നേഹം എനിക്ക് അമ്മയുടെ സ്നേഹം വിട്ടുപോകുന്നൊരു പ്രയാസം എൻ്റെ അമ്മക്ക് ഉണ്ടായത് കൊണ്ട് അമ്മ എപ്പോഴും ഇവിടുമായിട്ട് ശരിക്കും പറഞ്ഞ ഒരു അകൽച്ച ഉണ്ട്. പിന്നെ അത് തന്നെ നമ്മളെ ഇങ്ങേരെ സംബന്ധിച്ച് ഒരു യൂട്രസ് കംപ്ലൈൻറ്റ് ഇങ്ങേർക്കുണ്ട്. അത് ആർക്കും അറിയാൻ പാടില്ല. അത് അവൾക്ക് മാത്രം അവൾ പറഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ ചില പണികളൊക്കെ ചെയ്യുമ്പോൾ അവളുടെ വയറ് വന്ന് വീർക്കും, ബുദ്ധിമുട്ടാകും. ഞാൻ ശരിക്കും പിന്നെ അന്നത്തെ ദിവസം മുഴുവനും എൻ്റെ പണിയാരും വയറുവേദനയായിരിക്കും. അത് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മാത്രം അറിയാൻ പാടില്ല, എൻ്റെ അമ്മയ്ക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വീട്ടിലെ അമ്മയായിട്ടൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു ധ്യാനത്തിനുള്ള കരിസ്മാറ്റിക് ധ്യാനത്തിന് പോകുന്നത്. അപ്പോഴും പള്ളിയും പട്ടക്കാരനും കൂതാശകളും എല്ലാം എനിക്കുണ്ട്. പക്ഷെ എനിക്കൊരു സമാധാനമോ സന്തോഷമോ എൻ്റെ ജീവിതത്തിലില്ല. പ്രാർത്ഥനക്കൊരു കുറവുമില്ല. ധ്യാനത്തിന് പോയി കഴിയുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പോകുന്നത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ ഭാര്യയുടെ രോഗം മാറണം. ഞാനാണെങ്കിൽ ഭയങ്കര ഭക്തനാണ്, പള്ളിയുമായിട്ട് ബന്ധമുള്ള ആളാണ്. സെമിനാറാണ്, 24 അച്ഛന്മാർ 10-18 അച്ഛന്മാരായിട്ട് ഭയങ്കര കമ്പനിയുള്ള ആളാണ്. ഞാൻ പള്ളി സ്ഥിരമാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഭക്തനാണ്, വിശ്വാസം. പക്ഷേ എൻ്റെ ഭാര്യയുടെ കുഴപ്പം കൊണ്ടാണ് ഇത് പോകണം, അവിടെ രോഗം മാറണം. നിങ്ങൾക്ക് ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം സംഭവിക്കും നിങ്ങളുടെ പാപം നിമിത്തമാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഞാനിത് പാപം ചെയ്തു. ഞാൻ എൻ്റെ അപ്പനെ നോക്കുന്നു, എൻ്റെ അമ്മയെ സംരക്ഷിക്കുന്നു, എൻ്റെ ഭാര്യയെ സംരക്ഷിക്കുന്നു, എൻ്റെ 2 മക്കളെ സംരക്ഷിക്കുന്നു, ഞാൻ പണിക്ക് പോകുന്നു. പിന്നെ ഞാൻ ഭക്തിപരമായ എല്ലാ കാര്യങ്ങളും ഞാൻ ശരിക്കും പാലിച്ചു പോകുന്നു. പിന്നെ ഞാൻ എന്ത് പാപം ചെയ്തു? ഇതാണ് എൻ്റെ മനസ്സിലെ ചോദ്യങ്ങൾ. പലരുടെയും ചോദ്യം ഇത് തന്നെയാണ്. സാമൂഹികപരമായി കുടുംബപരമായി എല്ലാ കർത്തവ്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്, പിന്നെ എന്ത് പാപമാണ് ഞാൻ ചെയ്യുന്നതെന്ന് പലരുടെയും ചോദ്യം തന്നെയാണ്. അതെൻ്റെ ചോദ്യം എന്നാണ്. അതിനുശേഷം പിന്നെ അടുത്ത ക്ലാസ്സിൽ ഓരോ അച്ഛന്മാർ അതായത് എന്താണ്, നിങ്ങൾ യേശുവിനെ കാണണം, യേശുവിനെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കണം. അതിന് അയക്കുമ്പോഴത്തെ ക്ലാസ്സാണ്. യേശു നിങ്ങൾ തൊടാൻ ആഗ്രഹിക്കണം, യേശു നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കണം, യേശു നിങ്ങളുടെ ഉള്ളിൽ കയറാൻ ആഗ്രഹിക്കണം, പരിശുദ്ധാത്മാ തീർന്നാളുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അത് നിങ്ങൾ ആഗ്രഹിക്കണം. പിന്നെ സാമുവേൽ പ്രവാചകനെ വിളിച്ചതുപോലെ നിങ്ങൾ പേര് ചൊല്ലി കർത്താവ് വിളിക്കും. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം, കർത്താവെ അങ്ങനെ വെളിച്ചം എനിക്ക് നൽകണമേ, അങ്ങനെ പരിശുദ്ധാത്മാ എന്നിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അത് പരിശുദ്ധാത്മാവ് എന്താണ്, വെളിച്ചം എന്താണെന്നും നമുക്കറിയാൻ പറ്റും. നമുക്ക് ആകെ അറിയാവുന്നൊരു കാര്യം എന്താണ് ശരിക്കും പറഞ്ഞാൽ, നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്തി കർത്താവ് നിങ്ങളുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ളതെന്ന് നിന്റെ ഉദയം പരിഭാഷ അനുഗ്രഹിക്കപ്പെട്ടു. ഇതേ നമുക്കറിയാൻ പാടില്ല. നമ്മുടെ ലക്ഷ്യം നമ്മുടെ കഷ്ടപ്പാട് മാറണം. അത് ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്ന് അതിനുശേഷം എൻ്റെ ഭാര്യയുടെ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ പറഞ്ഞിങ്ങനെ യൂട്രസ് കംപ്ലൈൻ്റ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് എടുത്ത് കളയണം എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ എടുത്ത് കളയാം. അപ്പോൾ അതിപ്പോൾ പറഞ്ഞ് 40 ദിവസം കൊണ്ട് എടുത്ത് കളയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ അതിന് വേണ്ട ഗുളികളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും. 15 ഗുളിയോ 10 ഗുളിയോ 20 ഗുളിയോ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഈ ഗുളിക ആ കാലത്ത് മേടിക്കണേ ശരിക്കും ഒരു 300 350 രൂപ ഒരു മാസത്തെ ഗുളിക മേടിക്കണം. അത് എനിക്ക് മുന്നോട്ട് പോകില്ല. അപ്പോൾ ഇങ്ങനെ ധ്യാനത്തിന് പോയി കഴിഞ്ഞാൽ രോഗസൗഖ്യം കിട്ടുന്നുള്ള രീതിയിൽ ഞങ്ങൾ രോഗസൗഖ്യത്തിന് വേണ്ടിയാണ് അവിടെ പോകണം. പിന്നെ എൻ്റെ ഭാര്യക്കും, ഞാൻ ഭക്തനാണല്ല, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്നത്തെ കാലത്ത് അച്ഛന്മാർ പേര് വിളിച്ച് ചൊല്ലി ഇന്ന ജോളിയെ കർത്താവ് തൊട്ട് ജോളിയെ സുഖപ്പെടുത്തി, അതൊന്നും കേട്ടില്ല. അപ്പം ഞാൻ ഇവിടെ ചോദിച്ചു നിൻ്റെ പേര് വരെ വിളിച്ചു ചൊല്ലിയ, അപ്പം പറഞ്ഞ് ഇല്ല. അപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധകൾ മുഴുവനും അവിടെ വന്ന ആളുകളിലാണ്. ആർക്കൊക്കെ സൗഖ്യമാകുന്നു, ആരൊക്കെയാണ് ശരി സൗന്ദര്യമുള്ള ആളുകൾ അവിടെ ഉള്ളത്, ആരൊക്കെയാണ് പണമുള്ള ആളുകളുള്ളത്, ഈ രീതിയിൽ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ എനിക്ക് എന്നെ ബാധിക്കില്ല. കാരണം ഞാൻ ഭക്തനാണല്ലോ.
വ്യാഴാഴ്ച സമയത്ത് 9:30 മണിക്ക് എൻ്റെ കസിൻ ബ്രദറിൻ്റെ ഭാര്യ വന്നിട്ട് പറയുകയാണ് ജോളിക്ക് വയറുവേദന ഡിസ്പെൻസറി ഇരിപ്പോഴും എന്നോട് ചെല്ലാൻ പറഞ്ഞു. അപ്പം എൻ്റെ ചങ്ക് പിടച്ച്. കാരണം ഇവൾക്ക് വയറുവേദന വന്നാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെയും കൊണ്ട് ഞാൻ തിരിച്ച് പോകണം. അപ്പം ഞാൻ പറഞ്ഞു ഈശോയെ എൻ്റെ ഭാര്യ സുഖപ്പെടുത്താം. ഞാൻ അതിനല്ല ഇവിടെ വന്നത്. ഈ സങ്കടത്തോടെ ഞാൻ ശരിക്കും ഡിസ്പെൻസറിയോട് ചെന്ന് അവിടുത്തെ എൻ്റെ ഭാര്യ കസേരം പിരിപ്പുണ്ട്. അവർക്ക് ഭയങ്കരമായ എന്നെ കണ്ടപ്പോൾ എന്തും കോപത്തോടെ അവിടെ വേദന കൊണ്ട് അവിടെ ഞാനവിടെ ഇങ്ങനെ ചെന്നപ്പോൾ അവിടെ ഒരു കന്യാസി സിസ്റ്റർ ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ട് നല്ല പച്ച വെള്ളം കൊണ്ട് ഒരു ഗുളിക കൊടുത്തിട്ട് പറഞ്ഞ് മോളി ഗുളിക കഴിച്ച് അവിടെ പ്രാർത്ഥിക്കും മോളി എന്ന് പറഞ്ഞു. എനിക്ക് ഈ സിസ്റ്റർ ഒരൊറ്റ ഇടി കൊടുക്കാൻ തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ഭാര്യയെ സുഖപ്പെടുത്താൻ ഞാനിവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഈശോ ഞാനിവിടെ വന്നിട്ട് എൻ്റെ ഭാര്യയുടെ രോഗത്തെ സുഖപ്പെടുത്താനാണ്. നീ എൻ്റെ ഭാര്യ സുഖപ്പെടുത്തില്ലെങ്കിൽ വിചാരിച്ചിരിക്കുന്നു ഞാൻ ലോകം മുഴുവൻ പറയും ഇത് തട്ടിപ്പാണെന്ന് പറയും. അതെൻ്റെ മനസ്സിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സ്തുതിക്കണം അവിടെ നിന്ന്. യേശു നീ എൻ്റെ ഭാര്യ സുഖപ്പെടുന്നു, എന്നെ സുഖപ്പെടുത്തുന്നു ഇത് തന്നെയാണ്. അവിടെ നടക്കുന്ന ഒരു കാര്യം ഞാൻ അറിയണില്ല. കാരണം ഞാൻ ഒരു ദൈവത്തെ കാണുന്നില്ല അവിടെ. ഞാനിങ്ങനെ തലയും കുമ്പിട്ട് എൻ്റെ ഫ്രണ്ടിങ്ങനെ കസേരമ്പിൽ ഇങ്ങനെ തലയും കുമ്പിട്ട് ഇരിക്കണേ. എൻ്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ ഭാര്യ സുഖപ്പെടുത്തണം. എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ല. അന്ന് ഇത് അവർ പറഞ്ഞത് 15,000 രൂപ വേണ്ടി വരും എന്ന് പറഞ്ഞാൽ 15 പൈസ പോലും എടുക്കാനില്ലാത്തൊരവസ്ഥയാണ് എൻ്റെ അവസ്ഥ. തിരിച്ച് ധ്യാനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നല്ലോ. വീട്ടിൽ വന്ന് അപ്പോൾ അന്ന് രാവിലെ ഞാൻ കുളിയും കഴിഞ്ഞ് ഒരു വ്യാഴാഴ്ച കുളിയും കഴിഞ്ഞ് പുറത്താണ് ഞങ്ങളുടെ ബാത്റൂമൊക്കെ. ആ കുളിയും കഴിഞ്ഞ് പുറത്തുനിന്ന് ഞാൻ തലേന്ന് തുറത്തിക്കിട്ട് ഞാൻ ഇങ്ങനെ സ്തുതിച്ചോളൂ യേശു സ്തോത്രം യേശു എന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ഇങ്ങനെ സ്തുതിച്ച് എനിക്ക് സ്തുതിപ്പാണ്. അപ്പോൾ എൻ്റെ ഈ അടുത്ത ചെവിടിൽ ഒരു സ്വരം കേട്ടു. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയുടെ ചേരും പിന്നെ അവർ രണ്ടല്ല ഒന്നാണെന്ന് ഒരു വചനം എൻ്റെ ചെവിട്ടിൽ കേട്ടു. കാരണം ഞാൻ നടന്നു പോവുകയാണ്, വേറെ ആരുമില്ല, എൻ്റെ ഈ ചെവിടിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പം എനിക്ക് ഭയങ്കര പവർ കിട്ടി. ആ സമയത്ത് ധൈര്യം കിട്ടി എനിക്ക്. അപ്പം ഞാൻ വന്ന് ശരിക്കും രാവിലെ കഞ്ഞി കുടിച്ചിട്ട് ശരിക്കും ഡ്രസ്സെല്ലാം മാറി ശരിക്കും ഞങ്ങൾ ജോലിക്ക് പോകുന്ന നേരത്ത് ഞാനും എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും നടയിൽ വന്നിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ശരിക്കും ഞങ്ങൾ ഇറങ്ങിപ്പോകാൻ സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയോട് നിൽപ്പുണ്ടല്ലോ. മറ്റന്നാൾ ഞാൻ അവിടെ വന്ന് മാറ്റം മിണ്ടാതെ പോവുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. ഞാൻ അവളെ ഇങ്ങനെ ചേർത്ത് എൻ്റെ നെഞ്ചോട് ചേർത്തിട്ട് അവളെ നെറ്റത്തൊരു ഉമ്മ കൊടുത്തിട്ട് ഞാൻ ഇറങ്ങിയാണ്. എനിക്ക് അമ്മനൊന്നും പേടിയില്ല ശരിക്കും പറഞ്ഞു. ഞാനവിടെ പോയി. ഞാൻ തിരിച്ച് വന്ന് കഴിഞ്ഞ് ഒരു 6-7 മണിയാകുമ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കട്ടിൽ ഒരു 4 അടി 6 അടി നീളം 4 അടി വീതി 6 അടി നീളമുള്ള ഒരു കട്ടിൽ നിറച്ച് തുണി അലക്കിയിട്ട് എൻ്റെ ഭാര്യ. അതുവരെ ഒരു കഷ്ണം പോലും തുണി അലക്കാൻ പറ്റാത്ത പെണ്ണ്, ഒരു പണി പോലും ചെയ്യാത്ത പെണ്ണ് ഈ ഞാൻ വരുമ്പോൾ ഭയങ്കര അത്ഭുതം ഈ കട്ടിൽ നിറച്ച് തുണി അലക്കിയിട്ടേക്കുന്നു. അപ്പം ഞാൻ എന്തിനാ മോളെ പാട് കഴിക്കും, ഇന്നത്തെ പണി മുഴുവൻ എനിക്കായിരിക്കുമല്ലോ. കാരണം ഒരു ദിവസം തുണി കളിക്കാൻ അവർക്ക് ഭയങ്കര വേദന. അപ്പോൾ ഇവർക്ക് അസുഖം വരുമ്പോൾ എൻ്റെ അമ്മ എപ്പോഴും അവളെ രൂപക്കെട്ടി കുറ്റിത്തരാന്ന് പറയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം അപ്പോൾ ഞാൻ എൻ്റെ ആകെ മനസ്സ് തളർന്നു പോയി. അപ്പം എന്നോട് പറഞ്ഞു ചേട്ടനോട് ഇറങ്ങിപ്പോയപ്പോൾ എനിക്ക് എന്തോ ഒരു ശക്തി എന്നിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് തുണി അലക്കണമെന്ന് തോന്നി. ഞാൻ പോയി തുണി അലക്കി. എൻ്റെ ഭാര്യ ഇന്നും ആ തുണി അലക്കിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം പിന്നെ ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ടില്ല, ഞങ്ങൾ ഒരു ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഞങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു കർത്താവേ എൻ്റെ ഭാര്യ എങ്ങനെ സുഖപ്പെട്ടത് എന്ന് ഞാൻ ചോദിച്ചു. അത് നമുക്കറിയില്ല. കാരണം ഒരു അച്ഛൻ പേര് വിളിച്ച് പറഞ്ഞിട്ടില്ല, ഒരു ഡോക്ടർ സൗഖ്യപ്പെടുത്തില്ല. പക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് പ്രശ്നമില്ല, അവൾ ഫ്രീ ആയിട്ട് നടക്കണേ. ഒരു 3 ദിവസം കഴിഞ്ഞ് ഇത് തന്നെ ചോദിക്കണം ഈശോ എൻ്റെ ഭാര്യ എങ്ങനെ സുഖപ്പെടും, ഈശോ എനിക്ക് വെളിപ്പെടും, എൻ്റെ ഭാര്യ എങ്ങനെ സുഖപ്പെടും, എൻ്റെ ഭാര്യ എങ്ങനെ സുഖപ്പെട്ടു, എങ്ങനെ ഭാര്യ സുഖപ്പെടും. ഇതാണ് എൻ്റെ ചോദ്യം. ഒരു വചനം എനിക്ക് കിട്ടി. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും എന്നൊരു വചനം എന്നെ കിട്ടി. അപ്പം എനിക്കൊരു ബോധ്യം കിട്ടി. കാരണം സ്നേഹമാണ് സൗഖ്യം, സ്നേഹം ദൈവമാണ്. നമ്മൾ ആരെ സ്നേഹിക്കുന്നു അവർക്ക് സൗഖ്യം ഉണ്ടാകും. മരുന്നോ ലേപനൌഷധമല്ല, എല്ലാവരും സുഖം അങ്ങനെ വചനമാണ്. ഈ സ്നേഹമാണ് ദൈവം. ഈ സ്നേഹം കൊടുത്താൽ ഞാൻ എൻ്റെ ഭാര്യയെ അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ സ്നേഹിച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ ദൈവം പ്രവർത്തിച്ചത്. അതായത് 2 കാര്യങ്ങളോടെ ഒന്നെന്ന് പറയുന്നത് അമ്മയോടുള്ള ഭയം. ആ ഭയത്തെ മാറ്റാൻ വേണ്ടി ദൈവത്തിൻ്റെ ഒരു വചനം നമ്മൾ
പൂർത്തീകരിച്ചു. അതെ അതെ. ഭാര്യയോട് പറ്റിച്ചേരുക, അപ്പനെയും അമ്മയും കളഞ്ഞിട്ടല്ല, അല്ല, ആ ഒരു മനസ്സിനകത്തുള്ള ആ വ്യഥ മാറ്റിയിട്ട് ഭാര്യയോട് പറ്റിച്ചേർന്ന് ആ വചനത്തിൻ്റെ പൂർത്തീകരണം വന്നപ്പോൾ അവിടെ ആ സ്നേഹത്തിൻ്റെ നിവർത്തി വന്നു. അതിലൂടെ ഒരു വിടുതലും വന്നു. അപ്പോൾ അമ്മയോടുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല, ഭാര്യയോടുള്ള സ്നേഹം കൂടിയിട്ടുമില്ല. പക്ഷേ ഈ വചനത്തിൻ്റെ നിവർത്തി അവിടെ വന്നപ്പോഴാണ്, ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിയൊരു പവർ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ധൈര്യം, ഒരു എന്താ പറയുക, ഒരു നമുക്ക് ആരെയും ഒന്നിനെ പേടിക്കാതെ സത്യം ശരികളെ തുറന്ന് പറയാറ്. അതായത് എനിക്ക് ഭാര്യയും വേണം, എൻ്റെ അമ്മയും വേണം, അതിനാരും വിഘാതമായിട്ട് നിൽക്കാൻ പാടില്ല. ആ ഒരു ധൈര്യം എനിക്ക് കിട്ടിയപ്പോഴാണ് ശരിക്കും ഇത് സംഭവിച്ചത്. എൻ്റെ ഭാര്യ ഇന്നും ശരിക്കും ആ തുണി അലയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെ തുടർന്നുകൊണ്ട് പോയി. പിന്നെ പോയിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വന്നിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ പിന്നെ പ്രാർത്ഥന തുടങ്ങി. എന്താണ് പ്രാർത്ഥന? അന്ന് അച്ഛൻ പറഞ്ഞു, പാപമാണ്. എന്താ പാപം? നിൻ്റെ പാപമാണ്. കഷ്ടപ്പാടുകൾ വന്നുകൊണ്ടിരിക്കണേ. അപ്പം ഞാൻ കർമ്മലഗിരി സെമിനാറിൽ ചാപ്പലിൽ പോയിട്ട് ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ ചെയ്ത പാപം എന്താണ് നീ പറഞ്ഞു. അന്ന് നമ്മൾ ശരിക്കും സക്രാരിയെ നോക്കി, അല്ലെങ്കിൽ ശരിക്കും അവിടെ ഇരിക്കുന്ന കുരിശ് രൂപത്തെ നോക്കിയാണ് ചോദിക്കുന്നത്. അതാണ് കർത്താവ് അങ്ങനെ പഠിപ്പിച്ചത്. കർത്താവ് ഞാൻ ചെയ്ത പാപം എന്താണ് നീ പറ. ഞാനന്ന് അടുത്തല്ല ചെല്ലണം, അൾത്താര അവിടെയാണെങ്കിലും ഞാൻ പുറയില്ല നിൽക്കണം. 4ാമത്തെ ദിവസം, കാരണം എനിക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു സമ്പന്നനാകണം, ഒരു പണക്കാരനാകണം. ആളുകൾ എന്നെ മാനിക്കണില്ല, എനിക്കൊരു മാന്യത ആരും തന്നില്ല എനിക്ക് തോന്നുന്നു. പക്ഷെ എല്ലാവരും എന്നോട് സംസാരിക്കുന്നുണ്ട്, എല്ലാവരും എന്നോട് സംസാരിക്കും. പക്ഷെ എനിക്കൊരു തോന്നുന്നത് എനിക്ക് അവരെ ഫേസ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ട്. കാരണം ഞാൻ അവരോടൊപ്പം നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അപ്പം അത് സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള തോന്നൽ. സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് ആരെയും സ്വീകരിക്കാൻ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ സമ്പത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ചോദിക്കും, എൻ്റെ പാപം, ഞാൻ ചെയ്ത പാപം എന്താണ്. 4ാമത്തെ ദിവസം ഒരു സ്വരം ഞാൻ കേൾക്കണേന്. അതായത് നമുക്കിവിടെ അറിയാം, ഇപ്പം ഇവിടുന്ന് ഒരു 5 മൈൽ അകലെ നിന്ന് ഒരു മൈക്കിൽ ഒരാൾ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ആ ഒരു ശബ്ദം ഞാൻ കേൾക്കണേ, കർത്താവേ കർത്താവേ എന്ന് നീ വിളിക്കുന്നുണ്ടെങ്കിലും നിന്റെ ഹൃദയം എന്നിൽ നിന്ന് ഒരുപാട് അകലെയാണ്. ഇതൊന്നും എനിക്കറിയാൻ പാടില്ല, ഞാൻ ബൈബിൾ വായിച്ചിട്ട് പോലില്ല അങ്ങനെ ആ സമയത്ത്, ഇതൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ എനിക്കറിയാം ഇതൊരു ശക്തി, എന്തൊരു ശക്തി പറയണമെന്ന് എനിക്കറിയാം. അത് ദൈവമാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല, പക്ഷെ എൻ്റെ തോന്നലാകാവുന്ന രീതിയിലാണ്. വീണ്ടും ചില ഇങ്ങനെ നടന്ന് വീണ്ടും ചോദിക്കും, കർത്താവ് ഞാൻ ചെയ്ത പാവം എന്താണ്, കർത്താവ് ഈശോ ഞാൻ ചെയ്ത പാവം എന്നാണ്, ഈശോ ഞാൻ ചെയ്ത പാവം എന്താണെന്ന് പറയാം. ഈശോ എനിക്ക് വെളിപ്രതീക്ഷിക്കും, കാരണം എനിക്ക് പണക്കാരനാകണം. ഈ പാവം എന്താണെന്ന് അറിഞ്ഞാൽ എനിക്കത് വിട്ടാൻ പറ്റുള്ളൂ. വേറൊരു സ്വരം കേൾക്കണം ഇതുപോലെ അകലെന്ന്, സ്ത്രീയെ ആസക്തിയോട് നോക്കുന്നവൻ അവൻ അവളുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ഉടനെ ഞാൻ പറയും, ഈശോയെ ഞാൻ പാപിയാണ്, എനിക്ക് പാപബോധം വന്നുപോയി. ഞാൻ ശരിക്കും പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ച ഞാൻ തന്നെ പറഞ്ഞാണ് ഈശോയെ ഞാൻ പാപിയാണ്. ഈ ചിന്ത എന്നിലുണ്ട്. എനിക്ക് മറ്റുള്ള ആളുകളെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആസക്തിയായിരുന്നു എന്നെ സംബന്ധിച്ച്. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ പുരുഷന്മാർക്കും ഉണ്ട്, പലരും അത് പറയാത്തതാണ്. ഞാനത് തുറന്നു പറയുന്നത് എനിക്കിപ്പോൾ ഭയമില്ല, ഞാൻ ഏറ്റുപറയാൻ തയ്യാറാണ്, ഞാൻ പാപി തന്നെയാണ്. പക്ഷെ പാപിയായി എന്നെ ഇത്രയധികം സ്നേഹിച്ച ഒരു ദൈവം, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ പാപത്തെക്കുറിച്ച് ശരിക്കും എന്താ, ഞാൻ ചെയ്തിട്ട് എനിക്കൊരു കുറ്റബോധമില്ല. ആ കുറ്റബോധം എന്നെ ശരി എൻ്റെ കർത്താവ് മോചിപ്പിച്ച് കുമ്പസാരിക്കാറുണ്ട്, എനിക്ക് അന്നേരമൊന്നും കിട്ടുന്നില്ല. അപ്പം ഞാൻ പറയും, ഈശോ ഞാൻ ചീത്തയാണ്. അതായത് ഒരു കന്യകായ ഒരു സ്ത്രീ അവളുടെ കന്യകാത്വം നഷ്ടപ്പെടുന്നുണ്ടാവുന്ന വേദന ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കണതാണ്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് പറയും, ഉച്ചക്കത്ത് ഊണ് വെച്ചിട്ടാണ് ചെല്ലണത്. ഇത് കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പിന്നെ 4 മണി ചായയില്ല, രാത്രി ചോറില്ല, വൈകുന്നേരം കുളിച്ചിട്ടില്ല, അന്ന് ഉറങ്ങിയിട്ടില്ല, നേരം വെളുത്ത് കാപ്പി കുളിച്ചിട്ടില്ല, ഒരു സാധനം കഴിച്ചിട്ടില്ല. കാരണം എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, കാരണം ഞാൻ ചീത്തയായിപ്പോയി. എൻ്റെ ശരീരം മുഴുവൻ ചെള്ളയാണ് ശരിക്കും പറഞ്ഞാൽ, ചെളിയാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പിന്നീട് ഞാൻ വായിക്കും, അതായത് ദാവീദ് രാജ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പാപബോധം അവരിൽ വന്നു, അവൻ ശരിക്കും അങ്ങാടും കിടന്ന് ഉലാത്തയാണ്. ആ ഒരു അനുഭവം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എന്ത് ചെയ്യും? വീണ്ടും ചോദിക്കും, ഈശോയെ ഞാൻ ഇനി എന്ത് ചെയ്യും? ഞാൻ ചീത്തയായിപ്പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും? വീണ്ടും സ്വരം വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. ഈ സ്വരം ഞാൻ കേൾക്കണം, മകനെ നീ എന്നിലേക്ക് തിരിച്ചു വരിക. ഈ ഒരു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം. കാരണം ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത എന്നെ, ചീത്തയായി എന്നെ
ഒരു പരമപിതാവായി ദൈവം എല്ലാത്തിൻ്റെയും ഒരു രാജ്യം ഇപ്പം നമ്മൾക്കറിയാം, ഒരു മെത്രാനെ നമുക്ക് കാണാൻ പോയാൽ നമുക്ക് പറ്റൂല, അത്ര പദവിയിലാണ്. പക്ഷെ അതിനേക്കാൾ പദവിയിലിരുന്ന ഒരു ദൈവം എന്നെ വിളിച്ചു, ഈ ഒരു വ്യഭിചാരിയായി എന്നെ വിളിച്ചൊരു പേരാണ്, മകന് നീ എന്നിലേക്ക് തിരിച്ചു. പള്ളിക്കാരും അച്ഛനും പറയും നീ പാപിയാന്ന് പറയും, കർത്താവ് പറയും നീ മകനാന്ന് പറയും. അതാണ് ഇപ്പൊ അതാണ് കറക്റ്റ്. അപ്പൊ ആ ഒരു സ്നേഹമാണ് എന്നെ ശരിക്കും കൂടുതൽ സന്തോഷവാനാക്കുന്നത്. ഈ തിരിച്ചുവരവ് എങ്ങനെയാണ് അതെനിക്കറിയാൻ പാടില്ല. അതൊക്കെ ശരി കുർബാനയിലൂടെയും മറ്റു കുദാശകളുടെയും ഞാനിത് തിരിച്ചെല്ലാം പോകുന്നത്. തിരിച്ചു അപ്പോൾ പള്ളിയിലോട്ട് ഭയങ്കര ഭക്തി കാണും. പക്ഷേ അപ്പോഴും എന്നെ സംബന്ധിച്ച് എനിക്കൊരു സമാധാനമില്ല. കർത്താവ് അങ്ങനെ വെളിച്ചം എനിക്ക് നൽകണമേ, അങ്ങനെ പരിശുദ്ധാത്മ എന്നിലേക്ക് അയക്കണമേ, കർത്താവ് എന്നോട് സംസാരിക്കണമേ, കർത്താവ് നീ എന്നെ തൊടണമേ. ഈ ഒരു പ്രാർത്ഥന രീതി പിന്നെ ഞാനങ്ങനെ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. കാരണം അതിന് വേറൊരു കാര്യമാണ്. അപ്പം ഞാൻ അന്നത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്തയാണ്, ഇത് ഇങ്ങനെ അത് വേറെ രീതിയിൽ ഞാൻ എൻ്റെ മറ്റേ ഭാഷ ഞാൻ പറഞ്ഞു നടക്കൂല. മനുഷ്യരായവരോട് കർത്താവ് ഒരിക്കലും സംസാരിക്കൂല. സംസാരിക്കണമെങ്കിൽ വിശുദ്ധരോട്, അതായത് അന്തോണിസ് പുണ്യാളൻ അങ്ങനെയുള്ള പുണ്യാളന്മാരോട് ദൈവം സംസാരിക്കും, അവരൊക്കെ തൊടുകയുള്ളൂ. നമ്മളോട് മിണ്ടില്ല, നമുക്ക് അതിന് യോഗ്യതയില്ല. ഇതാണ് എൻ്റെ ചിന്ത. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടും ഒരു രക്ഷയുമില്ല. എൻ്റെ കഷ്ടപ്പാട് ഇത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇടപെടുമ്പോൾ എൻ്റെ വിധം മാറും, ഞാൻ പണക്കാരനാകും. അതാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം അതാണ്. ഈ കൃപകളെക്കുറിച്ചല്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയി കഷ്ടപ്പാടും ദുരിതങ്ങളും ഇതിങ്ങനെ ചോദിക്കും തോറും എനിക്ക് ഓരോ പീഡനങ്ങൾ വന്നുകൊണ്ടിരിക്കണേ. പൈശാചികമായ പീഡനങ്ങൾ, രോഗങ്ങൾ, അത് ഒരു 43 കുരു എൻ്റെ പുറത്ത് വന്നിട്ടുണ്ട് ഒരു സൈഡിൽ. ഞാൻ ദാരിദ്ര്യത്തിൽ പെട്ടു. എനിക്ക് ഒരു അടിവസ്ത്രം, ഒരു ഷഡ്ഡി ഉടുക്കാനില്ലാഞ്ഞിട്ട് എൻ്റെ ഭാര്യ പഴയ ഷഡ്ഡി എടുത്തിട്ട്, അലാസ്റ്റിക് പറഞ്ഞ ഷഡ്ഡി എടുത്തിട്ട് പുറയിൽ നിന്ന് പിന്നു കുത്തി തന്നാണ് ഞാൻ പണിക്ക് പോകണം. അത്രയ്ക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ദരിദ്രനായി. ഒരാളോട് ഒന്നും സംസാരിക്കാനും പോലും എനിക്ക് പറ്റാത്തൊരവസ്ഥയിൽ ദാരിദ്ര്യത്തിൻ്റെ പടുകുടിയിലായി. പിന്നെ പൈശാചികപ്പെടാതെ എനിക്ക് ഭയങ്കര ഭയം, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ആളുകളെ കാണുമ്പോൾ എനിക്ക് പേടി, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഞാൻ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിച്ചിരിക്കും, എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ അവസ്ഥകൾ എനിക്ക് സംഭവിക്കുന്നു. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കാരണം ഇത് മാറണമെങ്കിൽ പ്രാർത്ഥന വേണം. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ഇത് മാറ്റി. എനിക്ക് അപ്പോൾ ലക്ഷ്യം എന്താണ്? എനിക്ക് പണം കിട്ടണം, പക്ഷേ ഈ ദൈവം സംസാരിക്കണം. ഇങ്ങനെയൊക്കെ എൻ്റെ ചിന്തകൾ. അങ്ങനെ വർഷങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു ദിവസം ആയിക്കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈസ്റ്ററിൻ്റെ സമയത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക്, എന്നെ സംബന്ധിച്ച് പെരുന്നാളുകളാണ് എൻ്റെ ഏറ്റവും വലിയ ആഘോഷം. ഈസ്റ്റർ, ക്രിസ്മസ്, അതുപോലെ പള്ളി പെരുന്നാളുകളൊക്കെ എൻ്റെ ഏറ്റവും വലിയ ആഘോഷം. അപ്പോൾ ഈസ്റ്ററിന് ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ അപ്പനും അമ്മനെയും ശരിക്കും സംരക്ഷിക്കണം. ഞാൻ ഒരു മോനായതുകൊണ്ട് അവർക്കൊന്നിനും കുറവ് വരരുത്, എനിക്കൊരു മറ്റേ മോൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സംഭവിക്കുമെന്നൊരു രീതി അവർക്ക് വരുന്നതിൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്. അതിന് അവരെപ്പോഴും പരിപോഷിപ്പിക്കുക, അവരെ സന്തോഷിപ്പിക്കുക. അപ്പോൾ അതിനുള്ള സൗകര്യമില്ല. കാരണം എനിക്ക് അന്ന് സെമിനാറിൽ 55 രൂപ കൂലിയുള്ളൂ. 5 രൂപ വണ്ടിക്കാശി, ബാക്കി 50 രൂപ. ഈ 150 രൂപ കൊണ്ട് പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റും. താറാന് മേടിക്കാൻ പറ്റില്ല, കോഴിനെ മേടിക്കാൻ പറ്റില്ല, മീൻ മേടിക്കാൻ പറ്റില്ല, ഇറച്ചി മേടിക്കാൻ പറ്റില്ല, ഇതൊന്നും പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ റെക്ടർ അച്ഛൻ, പൊക്കുറേറ്റർ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നത്. അതായത് ഇന്നത്തെ ചക്കയത്ത് മെത്രാപോലിത്ത് എന്ന് പറയുന്ന അദ്ദേഹം അവിടെ പൊക്കുറേറ്ററായിരുന്നു. അച്ഛനായിട്ട് ഞാൻ കുറേ കമ്മി. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കൊരു 200 രൂപ കടം തന്നെ വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ ഞങ്ങളുടെ അധികാരങ്ങൾ തീർന്നിരിക്കുകയാണ്, മോൻ വേറെ ആരോടും പണം ചോദിച്ചിട്ട് കടം ചോദിച്ചിട്ട് അടുത്ത അധികാരി വരുമ്പോൾ നമുക്ക് മേടിച്ചവർക്ക് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ഓ ശരി അച്ഛാന്ന് പറഞ്ഞു. മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, ഓ ഇവന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഇവന്മാരൊക്കെ അൾത്താരമ്മ കയറി വെച്ച് പറഞ്ഞു കൊടുക്കുമെന്ന് പറയാൽ ഇവർ ഒരു ആൾക്കൊരു ഉപകാരം ചെയ്യൂല എന്ന് പറഞ്ഞ് വളരെ നിരാശനായിട്ട് ഞാൻ മടങ്ങി പോരുന്നു. അപ്പം ഞാനന്ന് മനുഷ്യനെ ആശ്രയിക്കുന്നത്. പിന്നെ ഞാൻ ക്ലാസ് റൂമിൽ വന്ന് ഇങ്ങനെ തലയും കുമ്പിട്ട് ഇങ്ങനെ ഇരുന്ന് ഞാൻ നിരാശനെ കിട്ടിയില്ലല്ലോ. ഇരുന്ന് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇങ്ങനെ ആരെങ്കിലും കണ്ട മോശം എഴുന്നേരിപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ചില എല്ലാ ക്ലാസ് റൂമിലും മതിലുമ്പിലും ഒരു യേശുക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപം കിടപ്പുണ്ട്, ഒരു നീളം പ്ലാസ്റ്റിക്കിന്. ഞാനത് പ്രാർത്ഥിച്ച് കളയാം. എൻ്റെ അവസാനത്തെ പ്രാർത്ഥന, ഇനിയൊരു പ്രാർത്ഥന എനിക്കില്ല. ഈ ക്രൂശിത രൂപത്തൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച്. അപ്പോൾ അന്നുവരെയും പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ശരിക്കും പരിശുദ്ധ നമ്പരാൻ്റെ ഭാവികളായ അല്ലെങ്കിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, നന്മ നിറഞ്ഞ പിതാവ്, ഇങ്ങനെയൊക്കെയാണ്.
നമുക്ക് ഈ അച്ഛൻ പറഞ്ഞ പോലെ നീ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന എനിക്ക് അറിയാൻ പാടില്ല. ഈ കുശുനോക്കിട്ട് ഞാൻ പറയാണ്, കർത്താവായ ഈശോയെ, എനിക്ക് നീ ദാനമായി തന്ന എൻ്റെ മാതാപിതാക്കളെയും, എനിക്ക് നീ ദാനമായി തന്ന എൻ്റെ ഭാര്യയും, എനിക്ക് നീ ദാനമായി എൻ്റെ മക്കളെയും സംരക്ഷിക്കാൻ ഞാൻ പെടുന്ന പാട് നീ കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് നീ എന്നോട് മറിഞ്ഞിരിക്കുന്നത്? ഇതുപോലെ നല്ല ചോദിക്കണത് മനസ്സിലാവും. എന്തുകൊണ്ടാണ് നീ എന്നോട് മറിഞ്ഞിരിക്കുന്നത്? നീ ഒരുപാട് ആൾക്ക് വാരിക്കോരി കൊടുക്കുന്നു പറയണ കേട്ടിട്ടുണ്ടല്ലോ. നീ എന്താ എനിക്കൊന്നും തരാത്തത്? ഞാൻ നിന്റെ സ്വന്തമായിട്ടിരിക്കും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ നിന്റെ ശിഷ്യനായിട്ടിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ശിഷ്യത്വം എന്താണെന്നും സ്വന്തം എന്താണെന്നും ഇതൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞാനിത് പറഞ്ഞുകൊണ്ട് പോയി. എനിക്ക് ഇവിടെ പണമാണ് കിട്ടേണ്ടത്. അപ്പോൾ ഈശോ ഈ കുരിശിൽ കിടന്ന് പറയും, ഇതാണ് ഈശോ, പിന്നെ അപ്പുറത്തൊരു ഈശോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഈ കുരിശിൽ നിന്ന് ഈശോ പറയും, നീ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കും, അല്ലെങ്കിൽ നീ ഇന്ന അവൾ പണം ചോദിക്കും എന്ന് പറഞ്ഞാൽ അത് റെഡിയാണല്ലോ. ആ പ്രതീക്ഷയാണ്. ഇതേ ഈശോ പറയുള്ളൂ. ഈ കുരിശ് ഇതാണ്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഈ എടുത്ത ചെവിടുന്നത് ഈ തൊട്ടടുത്തു നിന്ന് ഒരു സ്വരം, നീ എല്ലാം ഉപേക്ഷിക്കുക. അപ്പം ഞാനിങ്ങനെ പൊട്ടു കൊടുത്തിട്ട് നോക്കി, ഒരു മനുഷ്യൻ്റെ സ്വരമാണ്. ആദ്യമായിട്ടുള്ള ഇങ്ങനെ ഒരു സ്വരം നമ്മൾ കേൾക്കുന്നത്. മറ്റൊന്നാണ് നമ്മൾ ദൂരെ കേട്ടത്, അത് തീർന്നു പോയി. തൊട്ടടുത്ത് വന്ന് നിൽക്കുമ്പോൾ ശരിക്കുമ്പോൾ നമുക്കൊരാൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാം. തിരിഞ്ഞു മനുഷ്യനാണ് ഞാൻ വിചാരിച്ചത്. അപ്പം മനുഷ്യനല്ല. അപ്പം ഇത് സംസാരിച്ചാണ് പിശാച. കാരണം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് മാതാപിതാക്കളെ സംരക്ഷിക്കും, ഭാര്യനെ കുടുംബത്തെ സംരക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈശോയോട് പറഞ്ഞത്. ഉപേക്ഷിക്കുക എന്ന് ഈശോ ഒരിക്കലും പറയില്ല. ഞാൻ ചിന്ത അവരെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അവരെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കഷ്ടപ്പാടൊന്നുമില്ലല്ലോ. അപ്പം അവരെ ഉപേക്ഷിക്കാൻ കർത്താവ് ഒരിക്കലും പറയൂല. പിന്നെ ആര് പറയും? പറയുള്ളൂ. അപ്പം ഞാൻ വീണ്ടും ചോദിക്കും, ഈശോയെ, എനിക്ക് നീ തന്നെയാണ് എന്നോട് സംസാരിച്ചത്, എനിക്കിതൊന്നും മനസ്സിലായില്ല, എനിക്കിതെല്ലാം വെളിപ്പെടുത്തി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഈ കുരിശിന്റെ മുകളിൽ ഈ POC ബൈബിളിന് മുകളിൽ ഈ കുരിശില്ലേ, ഈ കുരിശ് അവിടെ തെളിയാൻ തുടങ്ങി. അവിടെ നമ്മുടെ ഈ ട്യൂബ്ലൈറ്റ് 10 ട്യൂബ്ലൈറ്റ് കൂടുതൽ പ്രകാശത്തിൽ ഈ കുരിശ് അവിടെ പ്രത്യക്ഷം തുടങ്ങി ഇങ്ങനെ ചലിക്കാൻ തുടങ്ങി. ഇങ്ങനെ ചലിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാവങ്ങളൊക്കെ മാറി. ഞാൻ അത്രയും ഇരുട്ടുന്ന ഒരു രീതിയിലാണ് ഞാൻ ചെയ്തത്. എൻ്റെ ഭാവങ്ങൾ ഒരു വ്യത്യാസം, എനിക്ക് തന്നെ ഒരു വ്യത്യാസം വരും. ഞാനിതൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനെ ഇവിടെ എഴുതുന്നുണ്ട്, നീ എന്നെ അനുഗമിക്കും. ഞാൻ ഇങ്ങനെ തന്നെ നോക്കിക്കേ, നീ എന്നെ അനുഗമിക്കും. ഞാനത് വായിക്കണമുണ്ട്. നീ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെ പഴുതിച്ച് അനുദിനം നിന്റെ കുരിശും കൊടുത്ത് എൻ്റെ പിന്നാലെ വരിക എന്ന് ഈ ഒരു വചനം എഴുതി ഞാനത് വായിക്കും. അപ്പം ഞാൻ പറയും, ഇത് യേശുവാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് യേശുവാണെന്ന് പറയും. എൻ്റെ ഇത്രയും സ്ഥലത്തൊരു ഭാരം താഴോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ഒരു ഫുട്ബോൾ എങ്ങനെ കാറ്റ് അഴിച്ചു വിട്ടാൽ എങ്ങനെയിരിക്കും, അതുപോലെ ഒരു ഭാരമില്ലാത്ത മനുഷ്യനാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ ആ രീതിയിലാണ്. അന്നെനിക്ക് ഭയങ്കര ഭാരവും. അതാണ് 36 വയസ്സ് വരെ ഞാൻ ഈ ഭാരവും ചുമന്നുള്ള വ്യക്തിയാണ്. ഇന്നെനിക്ക് 65 വയസ്സുണ്ട്. എനിക്കൊരു ഭാരം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു ഭാരം എന്നുള്ള സാധനമില്ല. ഒരു സങ്കടം, എന്താ പറയുക, ഒരു നിരാശ, അതൊന്നും ഫീൽ ചെയ്യുന്നില്ല. അതൊന്നുമില്ല. കഷ്ടങ്ങളുണ്ട്, ഒരിക്കലും കഷ്ടങ്ങളും പറയാം. അന്നുണ്ടായ കഷ്ടങ്ങളും ഇന്ന് തന്നെ ഉണ്ട്. അന്നത്തെ കഷ്ടത്തിന് ശരിക്കും എന്നെ ഞാൻ അടിഞ്ഞു പോകും. ഇന്ന് എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ അതിജീവിക്കാനായിട്ടുള്ള ഒരു കൃപ അതിലൂടെ കിട്ടി. കഷ്ടങ്ങൾ നിലവിലുണ്ട്. കഷ്ടത്തിന് ഒരു മാറ്റം. അതാണ് പറഞ്ഞത്, കടുകമണിയോളം നിങ്ങൾക്ക് വിശ്വാസം ഈ വൻമലയോട് മാറിപ്പോകാമോ മല മാറുമ്പോൾ. പക്ഷെ മല മാറൂല. മല പോലുള്ള നമ്മുടെ പ്രശ്നങ്ങൾ മാറുമെന്നെങ്കിൽ പിന്നീട് എനിക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കിട്ടി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ശരി പിന്നെ വളരെ സന്തോഷവാനായി. പിന്നെ നമ്മൾ ആ രീതിയിൽ പിന്നെ ശരിക്കും കിടക്കുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് കൃപകൾ കിട്ടുക. നമ്മളൊരു ടോർച്ച് അടിക്കുന്ന പോലെയുള്ള ഒരു വെളിച്ചം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനിങ്ങനെ കിടക്കുമ്പോൾ ഒരു 10 നമ്മുടെ വേദപാഠ പുസ്തകത്തിൽ കാണുന്നുണ്ട്, ഒരു കൽപ്പന പലകകൾ കൊണ്ട് മോശ പിടിച്ചിരിക്കുന്ന ഒരു പലക വേദപാഠം. ഇതെൻ്റെ ഫ്രണ്ടിൽ വന്നിങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ നിൽക്കുന്ന ആരാണെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം ഈ പല ഇങ്ങനെ പിടിച്ച കാരണം ആളെ അറിയാൻ പറ്റില്ല. പക്ഷെ എനിക്കറിയാം ഈ ബ്ലോക്ക് ശരിക്കും ഒരു 15 ഇഞ്ച് നീളത്തിൽ കിടപ്പുണ്ട്. ഈ 2 കൈകളെ വേറെ എനിക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പം ഇതൊക്കെ ശരിക്കും ഒരു കൽപ്പനയാണെന്നുള്ള രീതിയിലേക്ക് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ അതുപോലെ ശരിക്കും ഞാൻ സെമിനാറിൽ അത് പകൽ അച്ഛൻ്റെ ക്ലാസ് അതെ ഞാൻ പറഞ്ഞു, പള്ളിയിലോട്ട് പോകണ്ട പ്രാർത്ഥിക്കാനായിട്ട്.
പള്ളിയിലോട്ട് പോകണ്ട. ഞാൻ ക്ലാസ് അവിടെ ജോലി സ്ഥലത്ത് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ കിടക്കണം, ആ പണിശാലയിൽ ഇങ്ങനെ കിടക്കണം, ഞാൻ സ്തുതിച്ചുകൊണ്ട് കിടക്കണം. ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ദർശനം കാണുന്നു. ആകാശത്തു നിന്നൊരു തോട്ടി നിലം മുട്ടി പൊങ്ങിയിട്ടുണ്ട്. ഇന്ന് ഒരുപാട് ചരടുകൾ വന്നിട്ടുണ്ട്. അതിന്മേന്ന് ശരിക്കും പറഞ്ഞാൽ അതിന് കുറേ തലയോട്ടികൾ കിടപ്പുണ്ട്. ഇതൊന്നും എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ ഞാൻ ശരിക്കും വേറൊരു ദിവസം ഞാൻ ശരിക്കും പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിച്ച് കിടന്ന സമയത്ത് ഇങ്ങനെ ഞാൻ കാണുകയാണ് ഒരു മനോഹരം ഒരു കാട്. അവിടെ എൻ്റെ കൂടെ ഒരാളും ഞാനും ഉണ്ട്. ഈ ആള് എന്നെ ഈ കാട്ടിലാക്കിയിട്ട് പോകാനുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാറുണ്ട്. ഈ കാട്ടിൽ ഒരുപാട് മൃഗങ്ങളെ ഞാൻ കാണുന്നു. ഈ മൃഗങ്ങൾ, ഈ സിംഹങ്ങള്, കുരങ്ങ്, കരടി, പിന്നെ എന്താണ് മാൻ, ഇതൊക്കെ ഉണ്ട്. ശരിക്കും ആനനെ കണ്ടില്ല. ഇതൊക്കെ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കണേ. എനിക്ക് പേടിയാണ്, പക്ഷെ ഇത് ഉപദ്രവിക്കുന്നുള്ളതാണ് എൻ്റെ മുകളിൽ. ഇതൊക്കെ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കണേ. അതങ്ങനെ ഒരു ദർശനമാണ്. അപ്പം ഇതൊക്കെ എനിക്ക് അറിയണം, അറിയാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു അച്ഛൻ്റെ അടുത്ത് ചെന്നു. അതിനുശേഷം ഇങ്ങനെ കിട്ടി. പിന്നെ ഞാൻ സ്തുതിപ്പ്. അപ്പം അതിന് മുൻപാണ് ശരി ഞാനിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ സ്തുതിച്ച് പോകുന്ന സമയത്ത് പുറയുന്നൊരു സ്വരം കേട്ടു, സെബാസ്റ്റ്യൻ. അപ്പം ഞാൻ ശരിക്കും പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അപ്പം എനിക്ക് ഞാൻ ആരും കണ്ടില്ല. വീണ്ടും ഞാൻ മുന്നോട്ട് വീണ്ടും ഒരു സ്വരം കേട്ടു, സെബാസ്റ്റ്യൻ. അപ്പം അന്ന് അച്ഛൻ പറഞ്ഞു, സാമുവേൽ പ്രവാചകനെ വിളിക്കും, അതുപോലെ നിങ്ങളെയും വിളിക്കും. അപ്പം ഇതാ കർത്താവ് ദാസൻ അരുളിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ സമയത്ത് പറഞ്ഞു, എനിക്ക് സ്തുതിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എത്രയോ ഉത്തരത്തിൽ ഉയർത്തി സ്തുതിക്കാൻ പറ്റും, അത്രയും ഇത് സ്തുതിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഈ മൈക്ക് എന്നിട്ട് സ്പീക്കർ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നും കേൾക്കില്ല, നമുക്ക് പിന്നെ എന്ത് വേണമെങ്കിലും പറയാം. സ്തുതിച്ചുള്ള സമയത്ത് പുറത്ത് ഭയങ്കര കൊടുങ്കാറ്റാണ്, ഇടിമുഴക്കവും പെരുമഴയും. നിങ്ങളുടെ അപ്പം ഞാൻ ദൈവം അങ്ങനെ വീട്ടിൽ പോകും. അത് അങ്ങനെ എനിക്ക് പക്ഷേ എൻ്റെ ഈ കാല് തുടങ്ങി ഇങ്ങാണ്ട് ശരി ഷോക്ക് അടിക്കാൻ തുടങ്ങി. ഷോക്ക് അടിച്ച് അപ്പോൾ ഇത് ആദ്യമായിട്ടാണല്ലോ ഇത്. അപ്പോൾ ഇതെന്താ ഈ കറണ്ട് അടിക്കണം, ഈ വയറെടുത്ത് പൊട്ടിക്കിടക്കണ്ട, ഇങ്ങനെ കൂടി ചിന്ത മനസ്സിൽ. അപ്പോൾ ഞാൻ സ്തുതിച്ചുകൊണ്ടിരിക്കണേ. പിന്നെ ഞാൻ എന്തോ അവിടെ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലാണല്ലോ. സ്തുതിപ്പെന്ന് ശരി കംപ്ലീറ്റ് ഷോക്കിൽ ഇവിടം വരെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. കർത്താവേ എനിക്ക് പേടിയാണ്. അപ്പം ഈ കൊടുങ്കാറ്റും പേമാരിയുമാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ പിന്നെ നിർത്തി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കൊടുങ്കാറ്റും ഇല്ല, ഒന്നുമില്ല, പേമഴയില്ല, ഒരു കാര്യമില്ല. പിന്നീട് വചനം വായിക്കുമ്പോഴാണ് മനസ്സിലാകണത് പെരുവെള്ളത്തിൻ്റെയും ഇടിമുഴക്കത്തിൻ്റെയും കൊടുങ്കാറ്റ് ശബ്ദത്തോടെ കർത്താവ് വരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്നു. അത് നമുക്ക് അന്ന് അറിഞ്ഞുകൂടാ. പിന്നെ വീണ്ടും പ്രാർത്ഥന. എനിക്ക് ശരിക്കും എനിക്ക് പോരാ, എനിക്ക് എന്തോ ഒരു സാധനം വരാനുണ്ട്. എൻ്റെ വരാനുള്ളത് എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കാശ വരാനുള്ളത്. അത് വന്നിട്ടില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ സ്തുതിച്ച് 12:30 മണിക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ അപ്പം ഞാൻ കാണുന്നത് ഒരു വെള്ള പൊട്ട്, ഒരു പോയിന്റ്, അതങ്ങോട്ട് വലുതായി. അത് വലുതായി ശരിക്കും ഒരു നമ്മുടെ നെല്ലില്ലേ, നെല്ല് അത്രയും വലിപ്പമായി. അതങ്ങോട്ട് മഞ്ഞ കളറായി. പിന്നെ അതങ്ങോട്ട് ചുമന്ന് നല്ല അങ്ങോട്ട് കത്തി നല്ല പഴുത്ത രീതിയിലായി. പഴുത്തെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാനത് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ഉളി കാച്ചിക്കാനായിട്ട് ആലയിൽ പോകുമ്പോൾ ആ ഉളി ശരിക്കും പറഞ്ഞാൽ അതിനേക്കാൾ പഴുപ്പാണ് ശരിക്കും ഞാൻ ഈ കണ്ടതാണ്. അതങ്ങോട്ട് ഒറ്റ കത്തങ്ങോട്ട് കത്തി. അപ്പം നമ്മൾ കത്തിക്കുമ്പോൾ നമ്മൾ ഈ പോസ്റ്റുകളിലൊക്കെ ദീപശേഖരിക്കൂലേ, അതുപോലെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണേ. അപ്പൊ എൻ്റെ ഭാവമൊക്കെ മാറി. ഞാൻ വളരെ സന്തോഷം. എനിക്ക് പേടിയില്ല, ആര് വരും ഇതൊന്നും അല്ല. ഞാൻ ഈ പരിസരത്തല്ല ശരിക്കും പറഞ്ഞ. അപ്പൊ പിന്നെ എനിക്ക് ഭയങ്കര ആവേശം. ഇതെന്താ സംഭവിക്കണേ, എന്നിൽ എന്തൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് ദുഃഖമൊന്നുമില്ല, പക്ഷെ ശരിക്കും എനിക്ക് ഭയങ്കരമായ ആനന്ദമാണ്, ഭയങ്കര പവറാണ് എനിക്ക്. ഇത് പിന്നെ അറിയണം. ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച വരെ ശരിക്കും പറഞ്ഞാൽ ഞാനിത് അറിയണമെന്ന് വിചാരിച്ച രീതിയിൽ ശരിക്കണം. അങ്ങനെ ഒരു അച്ഛൻ്റെ ഞാൻ പോകണം. അവിടെ റൂമിൽ പേര് കേട്ട അച്ഛനാണെന്നുള്ള രീതിയിലൊക്കെ വന്ന്. അപ്പം നമുക്ക് അച്ഛന്മാരാണ് ഏറ്റവും കൂടുതൽ.
അവിടെ ചെന്ന് അച്ഛനോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒരു 2.5 മണിക്കൂറായി. ആദ്യമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അച്ഛനോട് അച്ഛൻ പറഞ്ഞു, മോനെ നിനക്ക് കിട്ടിയിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ട് സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാൽ ഇതെന്താണെന്ന് പറയും, അതിന് പറ്റിയ ആൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് തുടങ്ങി ഞാൻ വികാരി അച്ഛന്മാരെ ശരിക്കും പറഞ്ഞാൽ ചീട്ട് കീറി. പിന്നീട് ശരിക്കും പറഞ്ഞാൽ കത്തോലിക്ക സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളും വചനത്തിന് വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കി ഞാൻ. എനിക്ക് കിട്ടിയ വെളിപ്പെടുത്തലനുസരിച്ച് ശരിക്കും ഈ കുർബാനയും കൂദാശയും കൊന്തയും കുതുകൊണ്ടൊന്നും ശരിക്കും ദൈവത്തിൻ്റെ കൃപ നമ്മൾക്ക് ഒരിക്കലും കിട്ടില്ല. ഇതൊക്കെ ഉണ്ടായിട്ട് വന്നു എന്ന് പൈസ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ എന്താണ് ഇന്ന് പറയാറ്, അതായത് നീ ദരിദ്രനാണ് എങ്കിലും നീ സമ്പന്നനാണ്. ആ ഒരു വചനം എപ്പോഴും ശരീരം നയിച്ചുകൊണ്ടിരിക്കും. ഇത് ഞാൻ ബൈബിളിൽ വായിച്ചിട്ടുള്ളതല്ല, കേട്ടുകേൾവിയാണ്. അതെപ്പോഴും എൻ്റെ ഓർമ്മയിൽ വരും. എല്ലാ ആവശ്യങ്ങളും കർത്താവ് നിറവേറ്റി തരും, പക്ഷെ ബാങ്ക് ബാലൻസ് എപ്പോഴും സീറോയാണ്. ഞാനിപ്പോൾ എങ്ങനെ എൻ്റെ സാമ്പത്തിക മേഖല ഞാൻ എങ്ങനെ കൊണ്ടുവന്ന് ഇപ്പോഴും എനിക്കറിയാൻ പാടില്ല അച്ഛൻ, എനിക്കിപ്പോഴും അറിയാൻ പാടില്ല. അതൊരു വേറൊരു അത്ഭുതമാണ്. അത് വേറൊരു അത്ഭുതമാണ്. ഇന്ന് വരെ ശരിക്കും ഒരു 10 പൈസ ഒരു മരുന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ഗതികേട്, ഒരു മേടിക്കേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല, എൻ്റെ ഭാര്യയ്ക്കും വന്നിട്ടില്ല, എൻ്റെ മകനും മക്കൾക്കും വന്നിട്ടില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് വിശ്വാസം വരത്തില്ല, വരില്ല. അച്ഛന്മാർക്ക് പോലും വിശ്വാസം വരില്ല. ഇത് വേറൊരു കൃപയാണ്. എനിക്ക് 36ാമത്തെ വയസ്സിലാണ് ഞാൻ വെളിച്ചം കണ്ടത്. അതുവരെ ഞാൻ അന്ധകാരത്തിലാണ്, ഇരുട്ടിലാണ്. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ലോകം, ഇതാണ് നല്ലത്. കുളത്തിൽ കിടക്കുന്ന തവള വിചാരിക്കുന്നത് ഇതാണ് എൻ്റെ ലോകം. തവള പുറത്ത് ചാടിയപ്പോൾ എന്താ പറയുക, ഒരു മനോഹരമായ ഒരു പർദീസ, ഇതുണ്ടല്ലോ മനോഹരം എന്ന് പറഞ്ഞതുപോലെ ഞാൻ അത്രയും കാലം മതത്തിൻ്റെ അകത്ത് കിടന്ന് ശരിക്കും ഈ കാര്യങ്ങൾ ചെയ്തു തന്നെ. ഓക്കെ, ഇതാണ് ശരിക്കും ആദ്യം ഉണ്ടായ ആത്മീയ അനുഭവം അല്ലേ? ശരിക്കും ആ മതത്തിൽ നിന്ന് ശരിക്കുമുള്ള ആ ദൈവിക അനുഭവത്തിലേക്ക്, ആ ജീവനിലേക്ക് കണക്റ്റ് ആയത് ഈ ഒരു രീതിയിലാണ്. അതിന് അത്രയും വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നു. പിന്നീട് ഞാൻ പറഞ്ഞത്, ദൈവമേ എനിക്ക് 36ാമത്തെ വയസ്സിലാണ് എനിക്ക് അങ്ങയെ വെളിപ്പെടുത്തി തന്നത്. ദൈവത്തെ വെളിപ്പെട്ട് കിട്ടുക എന്നുള്ള ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതുപോലെ ഭാഗ്യം മറ്റൊന്നില്ല, വേറൊരു ഭാഗ്യമില്ല. ആ ഒരു സന്തോഷം നമുക്ക് ആരോടും പറഞ്ഞറിയിക്കണം. നമ്മളിങ്ങനെ പറയുമ്പോൾ അവനോട് വാചകം അടിക്കണം എന്നൊക്കെ പറയും. അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ആ ഒരു ആസ്വാദനം കിട്ടുള്ളൂ.